എന്താണ് ഈ ഒരു മുഹൂർത്തത്തിൽ താങ്കളുടെ? ഇത് വളരെ അഭിമാനകര മുഹൂർത്തമാണ്. ഒരു പുതിയ യുഗത്തിലേക്കുള്ള കേരളത്തിന്റെ ഒരു കുതിച്ചുചാട്ടം. കഴിഞ്ഞ 10 കൊല്ലത്തെ കേരള ജനത അനുഭവിച്ച അപകടങ്ങളിൽ നിന്ന് ഒരു മോചനം. പുതുയുഗ നായകന്റെ ആ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ആവേശത്തോടെ കാത്തിരിക്കുന്നു. താങ്കൾ എവിടെ നിന്നാണ്? പറവൂരിൽ നിന്ന്. പറവൂരിൽ നിന്നാണ്. മുഖ്യമന്ത്രിയുടെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയാവുകയാണ്. അതെ, ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇന്നലെ എത്തിയതാണ്. കടക്കു പുറത്തു എന്ന് പറയാത്ത ഒരു മുഖ്യമന്ത്രിയായിരിക്കും നമ്മുടെ. അങ്ങനെയായിരിക്കും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കും. പറവൂരുകാർക്ക് അത് ഉറപ്പാണ്. ഉറപ്പാണ്, തീർച്ചയായിട്ടും. ഞങ്ങൾ 6 തവണ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത് കടക്കു പുറത്തു എന്ന് പറയാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് വരാൻ വേണ്ടിയാണ്. ഇനി തുടർഭരണം ഉണ്ടാവും ഇവിടെ. ഇപ്പോൾ തന്നെ നിശ്ചയിക്കുകയാണ് ഇനി തുടർഭരണം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും പുള്ളി ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ തുടർഭരണം തീർച്ചയായിട്ടും ഉണ്ടാവും. അത്ര വലിയ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? വിശ്വാസമുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്ന പുള്ളി മനുഷ്യനാണ്. ശരി, താങ്കൾ എവിടെ നടത്തി? ഞങ്ങൾ പറവൂരാ. എല്ലാവരും പറവൂരാ? അതെ അതെ, ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ട്. വണ്ടി വിളിച്ചു പോകും. ഒരുപാട് ബസ് ഏർപ്പാടാക്കി വണ്ടി വിളിച്ചു പോന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി എല്ലാരും പറവൂരാണ്. നിങ്ങളുടെ നാട്ടിൽ വേറെ ആഘോഷമുണ്ടോ? പിന്നെ ഞങ്ങൾ അടിപൊളിയായിരുന്നു. ഇതുവരെ ആഘോഷമാണ്. ഇനി മുഖ്യമന്ത്രിയായിട്ട് ചുമതല എടുത്തു കഴിഞ്ഞാൽ ആഘോഷങ്ങളാണ്. അദ്ദേഹത്തിനോട് ഒരുപാട് പ്രതീക്ഷകളാണ് ഞങ്ങൾക്ക്.